നിങ്ങൾക്ക് ആരെയെങ്കിലും ചുറ്റിപ്പറ്റി ഇങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ വേഗത്തിൽ മാറി നിൽക്കുക. നിങ്ങളുടെ സഹജവാസനകൾ നിങ്ങളുടെ മനസ്സിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയാറുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ വേഗത്തിൽ അകന്നു നിൽക്കേണ്ടതിൻ്റെ 8 മുന്നറിയിപ്പ് അടയാളങ്ങൾ ഞാൻ പങ്കുവയ്ക്കും. 1. നിങ്ങൾക്ക് നിരന്തരം അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ. ഒരാളുടെ കൂടെയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പിരിമുറുക്കം തോന്നുന്നുവെങ്കിൽ അതൊരു ചുവന്ന സിഗ്നലാണ്. ആരോഗ്യകരമായ ബന്ധങ്ങൾ, സൗഹൃദങ്ങളോ പ്രണയബന്ധങ്ങളോ ജോലി സംബന്ധമായതോ ആകട്ടെ, നിങ്ങളെ എപ്പോഴും ഉത്കണ്ഠാകുലരാക്കരുത്. നിങ്ങളുടെ ശരീരം എന്തോ ശരിയില്ലെന്ന് നിങ്ങളോട് പറയുന്നുണ്ടാവാം. അത് അതിരുകടക്കുന്നതിന് മുമ്പ് ആ വികാരത്തിൽ ശ്രദ്ധിക്കുക. 2. നിങ്ങളെപ്പോഴും സ്വയം സംശയിക്കുന്നുവെങ്കിൽ. ഈ വ്യക്തി നിങ്ങളുടെ സ്വന്തം ചിന്തകളെയോ അഭിപ്രായങ്ങളെയോ ഓർമ്മകളെയോ പോലും സംശയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? അവർ നിരന്തരം സാഹചര്യങ്ങളെ വളച്ചൊടിക്കുകയോ നിങ്ങളാണ് പ്രശ്നമെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളൊരുപക്ഷെ നിങ്ങളെ കൈകാര്യം ചെയ്യുകയും ഗ്യാസ് ലൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളുമായിട്ടായിരിക്കാം ഇടപഴകുന്നത്. ഒരാൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് അപകടത്തിലാണെന്നതിൻ്റെ സൂചനയാണ്. 3. അവരോടൊപ്പം സമയം ചെലവഴിച്ചതിനു ശേഷം നിങ്ങൾക്ക് വൈകാരികമായി ക്ഷീണം തോന്നുന്നുവെങ്കിൽ. ഈ വ്യക്തിയോടൊപ്പം സമയം ചെലവഴിച്ചതിനു ശേഷം നിങ്ങൾക്ക് തളർച്ച തോന്നുന്നുണ്ടോ? അവർ നൽകുന്നതിനേക്കാൾ കൂടുതൽ എടുക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരാൾ നിങ്ങളെ നിരന്തരം വൈകാരികമായി തളർത്തുന്നുവെങ്കിൽ അവർ ഒരു ഊർജം വലിച്ചെടുക്കുന്ന വ്യക്തിയായിരിക്കാം. മറ്റുള്ളവരെ തളർത്തി സ്വയം ഊർജം നേടുന്ന ഒരാൾ. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. 4. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്നുവെങ്കിൽ. ഈ വ്യക്തി നിങ്ങളെ സൂക്ഷ്മമായി അല്ലെങ്കിൽ പരസ്യമായി താഴ്ത്തിക്കെട്ടുന്നുണ്ടോ? അവർ ചെറിയ കുറ്റപ്പെടുത്തലുകളോ നിങ്ങളെ കളിയാക്കുന്ന തമാശകളോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ? ഒരാൾ നിങ്ങളെ ചെറുതോ അരക്ഷിതരോ അല്ലെങ്കിൽ വിലയില്ലാത്തവരോ ആക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഭാവനയല്ല. അവർ നിയന്ത്രണം നിലനിർത്താൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥ ബന്ധങ്ങൾ നിങ്ങളെ ഉയർത്തണം, അല്ലാതെ താഴ്ത്തരുത്. 5. അവർ നിങ്ങളുടെ വ്യക്തിപരമായ ഇടം ശാരീരികമായോ വൈകാരികമായോ അതിക്രമിക്കുന്നുവെങ്കിൽ. നിങ്ങളുടെ അതിരുകളെ മാനിക്കാത്ത ഒരു വ്യക്തി, അവർ അടുത്തു നിൽക്കുകയോ അനുവാദമില്ലാതെ നിങ്ങളെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ